friends, welcome back to our channel Mums Daily. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ ഈവനിങ് സ്നാക്ക് ആയിട്ടാണ്. ഒരു ഇഫ്താർ സ്പെഷ്യൽ സ്നാക്കുമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാവുന്ന ഗോതമ്പ് പൊടിയും മുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ സ്നാക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് നല്ല ചൂട് കട്ടൻ ചായക്കൊപ്പം കഴിക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ സ്നാക്കാണ്. മാത്രമല്ല ഇത് കഴിക്കുമ്പോൾ നമുക്കൊരു മുട്ട പഫ്സൊക്കെ കഴിച്ച ഒരു ഫീലിംഗ് കിട്ടും ചെയ്യും. അപ്പോൾ ഇതെങ്ങനെയാണ് കുഞ്ഞുങ്ങളും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് ഉണ്ടാക്കുന്നതെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണ്ടാക്കാൻ പോകുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പോൾ അതിനായിട്ടൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂണോളമുള്ള ഓയിലാണ്, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടേബിൾ സ്പൂണോളമുള്ള ഇഞ്ചി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് അരിഞ്ഞത് തന്നെ ചേർത്ത് കൊടുക്കുക, എങ്കിലാണ് നമുക്ക് ഈ ഒരു ഇച്ചിരിയൊക്കെ കടിക്കാൻ കിട്ടുന്നതാണ് ഈ ഒരു സ്നാക്കിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ഞാൻ അടുത്തത് പച്ചമുളകാണ് ചേർക്കുന്നത്. ഇവിടെ 1 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. നമ്മളിതിനകത്ത് മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ട് അതനുസരിച്ചുള്ള പച്ചമുളക് മാത്രം ചേർത്താൽ മതിയാവും. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 സവോളയാണ് ചേർത്തിരിക്കുന്നത്. അത്യാവശ്യം വലിയ സവോളയായിരുന്നു. അത് ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്ത് നമുക്കിനി ഇത് 1 മിനിറ്റോളം നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം. അതുപോലെ തന്നെ ഇതിനകത്ത് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂണോളാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം. നമുക്ക് സവോള ഒത്തിരി കുഴഞ്ഞങ്ങ് പോകേണ്ട കാര്യമില്ല, കാരണം നമ്മൾ ഈ ഒരു ഫില്ലിംഗ് വറുത്തും കൂടി എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം ഒന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതിയാവും. അപ്പോൾ ഇതാ സവോളയൊക്കെ ഇതാ ചെറുതായിട്ടൊക്കെ നോക്കിയൊക്കെ നമുക്ക് കളറൊക്കെ മാറാൻ തുടങ്ങിയിട്ടുണ്ട്. അത്യാവശ്യം സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഈ ഒരു സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് മസാലപ്പൊടികൾ ചേർക്കണം. ആദ്യം ഞാൻ ചേർക്കുന്നത് 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂണോളമുള്ള ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് മല്ലി പൊടിയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണ്, കുരുമുളക് പൊടിയൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഈ 3 മസാലപ്പൊടികൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കണം. അടുത്തത് ഞാൻ ഇതിനകത്തോട്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1 തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ ഇവിടെ അല്പം വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഒത്തിരി അങ്ങ് ഒഴിക്കേണ്ട കാര്യമില്ല, ജസ്റ്റ് ഒന്ന് തളിച്ചാൽ മതിയാവും. നമുക്ക് ആ തക്കാളി വേവാനുള്ള അത്യാവശ്യമുള്ള വെള്ളത്തിന് വേണ്ടിയിട്ടാണത്. അപ്പോൾ ഇതാ ഞാൻ വെള്ളം തളിച്ച് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഞാനിതൊന്ന് മൂടി വെച്ചിട്ട് ഏകദേശം ഒരു 2.5 മിനിറ്റോളം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ആ തക്കാളി ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ ഇവിടെ ഒരു 2.5 മിനിറ്റോളം കഴിഞ്ഞു. തക്കാളിയൊക്കെ സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ അല്പം മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതുപോലെ 3 പുഴുങ്ങിയ മുട്ട ഞാനൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് ഈ ഗ്രേറ്റ് ചെയ്യുന്നതിന് പകരം ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ടാണെങ്കിലും ഈ ഒരു മസാലയ്ക്കകത്ത് ഇടാം. അപ്പോൾ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എല്ലാം ഒരുപോലെ നല്ല ഫൈനായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ ഞാൻ ഈ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് വരാം. മുട്ടയൊക്കെ അപ്പോൾ 3 മുട്ടയും ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ അല്പം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഉപ്പ് ഇച്ചിരി കുറവായിരുന്നു. അപ്പോൾ ഇനി നമുക്കിത് വളരെ പതുക്കെ, ഒത്തിരി കുത്തിക്കുഴച്ച് ഇളക്കേണ്ട കാര്യമില്ല. നമുക്ക് വളരെ പതുക്കെ ഒന്ന് മിക്സ് ആവുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കണം. അതിനുശേഷം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മുടെ മുട്ട മസാല ഇവിടെ റെഡിയാണ്. ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കുന്നുണ്ട്. അപ്പം മുട്ട മസാല അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് 2 കപ്പോളം ഉള്ള ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം മൈദപ്പൊടി വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ്, ഒരു 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ച് നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. അതുപോലെ തന്നെ ഇതിനകത്തോട്ട് ഞാനിനി ഓയിലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ 2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്യണം. അതിനുശേഷം ഞാനിവിടെ ചെറു ചൂടുവെള്ളമാണ് എടുത്തിരിക്കുന്നത്. ചെറു ചൂടുവെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ട് നമുക്കിത് ഒരു ചപ്പാത്തി മാവിന് കണക്കെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ നമ്മുടെ ചപ്പാത്തിയുടെ മാവ് ഇവിടെ റെഡിയാണ്. അപ്പോൾ ഇനി നിങ്ങൾ സാധാരണ അതിപ്പോൾ ചപ്പാത്തി ആണെങ്കിലും അതെ, അല്ലെങ്കിൽ ഈ ഒരു ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള എന്തൊരു മാവ് തയ്യാറാക്കുമ്പോഴും നമ്മൾ സാധാരണ ചെയ്യുന്നതിനേക്കാളും 1 മിനിറ്റ് എക്സ്ട്രാ സമയം എടുത്തിട്ട് നന്നായി കുഴച്ചെടുക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒരു ചപ്പാത്തിയോ പൂരിയോ എന്ത് തന്നെ ആയിക്കോട്ടെ നല്ല സോഫ്റ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഇതിന് ഒരു ടീസ്പൂണോളം എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു നനഞ്ഞ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ നനഞ്ഞ ഒരു കിച്ചൺ ടവലോ നമുക്കിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം.
അപ്പോൾ ഇതാ ഇവിടെ ഒരു 10 മിനിറ്റ് കഴിഞ്ഞു. നോക്കിക്ക് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മളൊന്ന് കൈ വയ്ക്കുമ്പോഴത്തേക്കും അതിങ്ങനെ ഊർന്ന് പോവാണ്. അതാ എക്സ്ട്രാ സമയം കൊടുത്ത് നമ്മളത് കുഴച്ചതുകൊണ്ടാണ് കേട്ടോ. ഇനി നമുക്കിതൊരു സാധാരണ നിങ്ങൾ ചപ്പാത്തി എങ്ങനെയാണോ പരത്തുക അതുപോലെ നമുക്കിതൊന്ന് പരത്തിയെടുക്കണം. അപ്പം ഞാൻ ഒരു ചെറിയ പീസ് ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനതൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. ഞാൻ ഈ ഒരു വലിപ്പത്തിലാണ് പരത്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് അല്പം ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് അത് നമ്മൾ ഇപ്പോൾ കുറച്ചെടുത്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞൊരു സ്നാക്കായിട്ട് കിട്ടും. ഞാനിപ്പോൾ ആദ്യത്തെ ഒക്കെ ഉണ്ടാക്കുന്നത് അത്യാവശ്യം വലിയ റോളായിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ ഞാൻ ഈ ഫില്ലിങ് നമുക്ക് ഈ അറ്റത്ത് തന്നെ വെച്ച് കൊടുക്കണം. അതിനുശേഷം ഇത് ആദ്യം ഒന്ന് ഒരു മടക്കുക. അതിനുശേഷം അതൊന്ന് ഒതുക്കി കൊടുക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ ഒരുമാതിരി വീർത്തിരിക്കും. അപ്പോൾ അതൊന്ന് ഒതുക്കി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു മടക്കിയിട്ട് ഇതുപോലെ നമ്മുടെ കൈ വെച്ചിട്ട് ഒന്ന് ഉള്ളിലേക്ക് ഒന്ന് തള്ളി കൊടുത്താൽ മതി. ഇതുപോലെ കൊടുക്കുക. അതിനുശേഷം ഒരു പ്രാവശ്യം കൂടെ ഞാനൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സമയത്ത് വെച്ച് കട്ട് ചെയ്തിട്ട് മടക്കിയെടുക്കാം. പക്ഷെ അന്നേരം ഒത്തിരി കനം കുറഞ്ഞു പോകും. അപ്പോൾ അത് ചിലപ്പോൾ പെട്ടെന്ന് പൊട്ടിപ്പോവും വറുത്തെടുക്കുമ്പം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു തവണയും കൂടി ഒന്ന് റോൾ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു കത്തി വെച്ചിട്ട് നിങ്ങൾക്കത് സ്ട്രെയിറ്റ് ലൈനായിട്ട് വേണമെങ്കിൽ അങ്ങനെ മുറിക്കാം. ഞാനിപ്പം ആ ഒരു നമ്മുടെ റോൾ ഇരിക്കുന്ന ആ ഒരു ഷേപ്പിൽ വരാൻ വേണ്ടിയിട്ട് ഒന്ന് വളച്ചെടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇനി നമുക്ക് അല്പം വെള്ളം ഒന്ന് തടവി കൊടുക്കണം. അത് നന്നായിട്ട് തന്നെ ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു സ്ഥലത്തൊക്കെ വെള്ളമൊക്കെ നന്നായിട്ട് ഒന്ന് നനച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പതുക്കെ ഇത് ഈ ഒരു റോളിൻ്റെ മേലോട്ടൊന്ന് ചിലപ്പോൾ വലിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഒത്തിരി ഷോർട്ടായി പോവും. അപ്പം ഞാനിതൊന്ന് വലിച്ചിട്ട് ഇതൊന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു കത്തി വെച്ചിട്ട് നമുക്ക് സൈഡിൽ ചിലപ്പം എക്സ്ട്രാ മാവ് ഇതുപോലെ മാവ് ഉണ്ടാവും. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ടും പിന്നെ അതൊരു കറക്റ്റ് ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ ഒരു കത്തി എടുത്തിട്ട് അതൊന്ന് മുറിക്കുന്നുണ്ട്. മുറിച്ചതിന് ശേഷം നമുക്ക് നമ്മുടെ വെറുതെ കൈ അവിടെ വെള്ളം നനയ്ക്കേണ്ട കാര്യമില്ല. നമ്മുടെ കൈ വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ആദ്യത്തെ റോൾ ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ വെക്കുന്നത് ആ പാത്രത്തിൽ അല്പം ഒന്ന് പൊടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഇതുപോലെ വെച്ച് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ വറുക്കാൻ എടുക്കുന്ന നേരത്ത് അത് അവിടെ ഇങ്ങനെ ഇരുന്ന് ചിലപ്പോൾ അത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്. അന്നേരം നമ്മൾ ഇച്ചിരി ബലം കൊടുത്ത് വലിക്കുമ്പോഴത്തേക്കും അതിൻ്റെ ഉള്ളിലത്തൊക്കെ പുറത്തേക്ക് പോകും. അപ്പോൾ അതുകൊണ്ട് ഇച്ചിരി പൊടി ഒന്ന് ഇട്ട് കൊടുക്കുക. അപ്പം ഞാൻ ബാക്കിയുള്ള ഒരെണ്ണം കൂടെ ഇതുപോലെ ഒന്ന് കാണിക്കാം. അതുപോലെ തന്നെ ഞാൻ ഇപ്പം ഇതുപോലെ ഒരു സ്ക്വയർ പോലെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ അത് അതിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ട്രിം ചെയ്തിട്ടൊക്കെയാണ് എടുക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു ശരിക്കും ഒരു ഈസി ആയിട്ട് തന്നെ സാധാരണ നമ്മളൊരു എഗ് റോളൊക്കെ ഉണ്ടാക്കുന്നത് പോലെ, എന്നാൽ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. എഗ് റോളിന് നമ്മൾ സൈഡിൽ നിന്ന് മടക്കിയിട്ടൊക്കെയാണ് എടുക്കുക. ഇതിപ്പോൾ നമുക്ക് എഗ് റോളിൻ്റെ പോലെ ഇരിക്കുകയും ചെയ്യും, അതേ ടേസ്റ്റാണ് താനും. എന്നാൽ വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ കുഞ്ഞുങ്ങൾക്ക് എൻ്റെ മോൾക്ക് വേണ്ടി ഉണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ഇച്ചിരി ചെറുതായിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ അവൾക്ക് ഇച്ചിരി ഒരു ഇഷ്ടം തോന്നാൻ വേണ്ടിയിട്ട് അതിൻ്റെ 4 മൂലയിലും ഇതുപോലെ കൈവച്ചിട്ടൊന്ന് വലിച്ചെടുക്കുന്നുണ്ട്. അതൊക്കെ ചുമ്മാ ഒരു എന്താ പറയുക, ഒരു കളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് എന്തെങ്കിലുമൊക്കെ നമ്മുടെ ഭാവനയ്ക്ക് അനുസരിച്ചിട്ടൊക്കെ ഒന്ന് കാണിച്ച് ഉണ്ടാക്കിയൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടമാവും. ഇത് കുഞ്ഞൊരു ഐഡിയ ആണ്, എനിക്കറിയത്തില്ല. അപ്പോൾ ഇനി ഇത് കണ്ടോ ഇതിങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതിൻ്റെ ഒരു ഷേപ്പ്. ഇതാകുമ്പോൾ ഇച്ചിരി ക്യൂട്ടായിട്ട് ഇരിക്കും. ഇതും കുഞ്ഞുങ്ങളുടെ ലഞ്ച് ബോക്സിനാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊടുത്ത് വിടാൻ പറ്റുന്ന ഒന്ന് തന്നെയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് കട്ട് ചെയ്തതെന്ന് ഉള്ളത് കാണിക്കാം. ഇപ്പോൾ ഇവിടെ എല്ലാ റോൾസുകളും റെഡിയാണ്. ഞാനത് ചെറുതും വലുതായിട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് എണ്ണയിൽ വറുത്തെടുക്കണം. നിങ്ങൾക്ക് 2 രീതിയിൽ വറുക്കാം. ഒന്ന് നമ്മൾ കുഴിയുള്ള ഒരു പാത്രത്തിൽ ഒത്തിരി എണ്ണ എടുത്തിട്ട് അതിൽ തന്നെ മുക്കി കോരിയെടുക്കാം. ഞാനിന്ന് വളരെ കുറച്ച് എണ്ണ മാത്രം എടുത്തിട്ട് ഞാനിതൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ടാണ് ഇതൊന്ന് വറുത്തെടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്. പിന്നെ ഇത് തന്നെ നിങ്ങൾക്ക് ഓവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഓവനിൽ നമുക്ക് ബേക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടി ഒരു 15 മിനിറ്റ് ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ ഒന്ന് ഓവൻ
ഓവന് വെച്ച് കഴിഞ്ഞാൽ അതും നമുക്കൊരു പപ്സ് പോലെയൊക്കെ ആയി കിട്ടും. ഇനി ഓവൻ ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ഇത് തന്നെ സാധാരണ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്യുന്നത് പോലെ ആണെങ്കിലും നമ്മൾ പാത്രത്തിൽ ഒരു 5 മിനിറ്റ് പാത്രം ഒന്ന് ചൂടാക്കുക. അതിനുശേഷം അതിനകത്തൊരു സ്റ്റാൻഡ് വെച്ചിട്ട് ഒരു സ്റ്റീലിൻ്റെ പാത്രമോ അല്ലെങ്കിൽ ഒരു ഗ്ലാസിൻ്റെ ബൗളോ ഒക്കെ വെച്ചിട്ട് അതിനകത്ത് ഈ ഒരു റോൾസൊക്കെ നിറച്ച് വെച്ച് മൂടി വെച്ച് സാധാരണ നമ്മൾ കേക്കൊക്കെ ഉണ്ടാക്കുന്നത് പോലെയാണെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതാ ഞാനിതൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് വരാം. അപ്പോൾ ഇത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അതൊരു സെർവിങ് പ്ലേറ്റിനകത്തോട്ട് മാറ്റിയിട്ടുണ്ട്. ഇതിൻ്റെ പുറമൊക്കെ നല്ല ക്രിസ്പിയാണ്, നമ്മൾ സാധാരണ മുട്ട പഫ്സൊക്കെ കഴിക്കുന്ന പോലെ തന്നെയാണ്. അപ്പം പുറമൊക്കെ കണ്ടോ നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നു, അകമൊക്കെ നല്ല സോഫ്റ്റുമാണ്. അതിൻ്റെ ആ മസാലയുടെ ഫില്ലിങ് അസാധ്യ ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു റെസിപ്പിയാണ്. ഞാനപ്പോൾ ഇത് ഇച്ചിരി ഭംഗിയൊക്കെ കിട്ടാനൊക്കെ വേണ്ടിയിട്ട് അല്പം സ്പ്രിംഗ് ഒണിയൻ ഒന്ന് മേലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ സെർവ് ചെയ്യുന്ന സമയത്ത് അല്പം മല്ലിയില ആണെന്നുണ്ടെങ്കിലും ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ കൂടെയുള്ള ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ടൊമാറ്റോ സോസ് തന്നെയാണ്, കെച്ചപ്പ് തന്നെയാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ടൊമാറ്റോ സോസ് ഇഷ്ടമില്ലാത്ത കുഞ്ഞുങ്ങൾ ഉണ്ടാവില്ല, അപ്പോൾ അവർക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. ഇനി ഇത് തന്നെ വേണമെന്നൊന്നുമില്ല, നമുക്കിത് മയോനൈസിൻ്റെ കൂടെയാണെന്നുണ്ടെങ്കിലും നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.